Welcome to Blessing Today. Harvest Kerala, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ, ഇതിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലൂടെ കർത്താവ് വളരെയധികം അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഐ ബിലീവ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ്. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കാണുക, മറ്റുള്ളവരെ കൂടെ ഇതിൽ കൂട്ടിച്ചേർക്കുക. ആരെങ്കിലും കുറേ കിടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് വിളിച്ചേക്ക്, എല്ലാവരും വന്നിരിക്കാൻ പറയുക. ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സ് ആരാണെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ മുംബൈയിൽ നിന്ന് സജിനി സന്തോഷ് കുമാറാണ്. ഓക്കെ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സജിനി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ രോഗവിടുതൽ എത്രയും വേഗം ലഭിക്കുവാനും നല്ല ആരോഗ്യത്തിനായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് അർജുൻ ആണ്. താങ്ക് യു സോ മച്ച് അർജുൻ. കർത്താവെ, എത്രയും വേഗം നല്ല തുകയ്ക്ക് അവരുടെ ഫ്ലാറ്റിന്റെ വിൽപ്പന നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാര്യയ്ക്ക് എത്രയും വേഗം നല്ല ജോലി ലഭിക്കുവാൻ തക്കവിധം കർത്താവെ അങ്ങയുടെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ദിവസം തോറുമുള്ള ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. ഇതിൻ്റെ ഒരു പാർട്ട്ണറായി, സ്പോൺസറായി മാറാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, പ്രതിഫലം കർത്താവ് വിഭജിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കും. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും കർത്താവ് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഏവർക്കും ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച പോലെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നും ചിന്തിക്കാൻ പോകും. വിശ്വസിക്കുന്നു, ഇന്ന് പകൽക്കാലം കർത്താവ് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയൊരു വാതിൽ തുറക്കാൻ പോവാണ്. ഒരു നന്മയുടെ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറക്കാൻ പോവാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കൈകളെ അടിച്ച് തുറന്നിടുമേ
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ യേശു കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതെങ്ങനെ ഉപയോഗിക്കണം. നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നിത്യോപയോഗ സാധനത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ നാമം. ഒരിക്കൽ ക്രിസ്തുവിലായാൽ ആ നാമത്തെ പ്രതിയാണ് പിന്നെ നമ്മുടെ ജീവിതം. യേശുവിൻ്റെ നാമത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലും. അവൻ്റെ നാമത്തെ പ്രതി എന്തും ചെയ്യാൻ തയ്യാറായി വരുന്ന സമർപ്പണമുള്ള ഒരു ലൈഫിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ആദ്യത്തെ വചനം എഫെസ്യൻസ് ചാപ്റ്റർ 5:19 and 20. എഫെസ്യ ലേഖനം 5:19-20 സ്പീക്കിംഗ് ടു വൺ അനദർ with psalms, hymns and songs from the Spirit. Sing and make music from your heart to the Lord, always giving thanks to God, the Father of everything, in the name of our Lord Jesus Christ. സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേ. ഈ ഗോസ്പിൾസ്, സുവിശേഷങ്ങൾ 4 അല്ലേ? ഈ 4 സുവിശേഷങ്ങളിലും കർത്താവ് വന്ന് നമുക്ക് വേണ്ടി ചെയ്ത് പൂർത്തിയാക്കി, ജനിച്ച് വളർന്ന് ശുശ്രൂഷിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ആ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുക. അപ്പസ്തോല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാർ യേശു കർത്താവ് കാണിച്ച പാറ്റേണിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്തു, അതിൻ്റെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ജേർണൽ, അതിൻ്റെ റിപ്പോർട്ടാണ് കാണുന്നത്. എന്നാൽ എപ്പിസിൽസിലേക്ക് വരുമ്പോൾ, ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ജീവിക്കണം, സഭയിൽ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹൗ ടു പ്രാക്ടീസ് ദിസ് ലൈഫ്. അപ്പോൾ ഓരോ ലേഖനങ്ങളിലും പല ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് പൗലോസ്, പത്രോസ്, യോഹന്നാൻ ഇവരൊക്കെ പലതും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഈ ഭാഗത്ത് പറയുന്നത് ഒരു കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ, when we are in a fellowship, when we are fellowshipping together with other believers, മറ്റ് ദൈവമക്കളുമായി കൂട്ടായ്മയൊക്കെ ആചരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിലൊരു ഭാഗത്ത് പറയുന്നത് സ്പീക്കിംഗ് ടു വൺ അനദർ വിത്ത് സാംസ്, ഹിംസ്, സോങ്സ് ഫ്രം ദ സ്പിരിറ്റ്. അതിൻ്റെ മലയാളം സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, യേശുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് സാംസ്, സങ്കീർത്തനങ്ങൾ. 150 സങ്കീർത്തനം നമ്മുടെ ബൈബിളിലുണ്ട്. പുതിയ സങ്കീർത്തനം വേണമെങ്കിൽ അവരവർക്ക് എഴുതാം, അവരവരുടേതായ സങ്കീർത്തനങ്ങൾ എഴുതി ദൈവത്തിന് പാടാം. സാംസ്. ഈ സങ്കീർത്തനങ്ങളിൽ നമ്മൾ അധികം കാണുന്നത് ഏതെങ്കിലുമൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നുള്ളവർ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ രചിച്ച പാട്ടുകളാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഇറ്റ് ഈസ് എ സോങ് ബുക്ക് ഓഫ് ദ ബൈബിൾ. ഇപ്പം നമ്മൾ ഈ 2 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഈ നല്ലൊരു പുതിയൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ 2 ഇംഗ്ലീഷ് മലയാളം 2 സെറ്റ് ഇപ്പം നമ്മളിപ്പോൾ വെറും പോസ്റ്റേജും ഹാൻഡ്ലിംഗ് ചാർജസും മാത്രം എടുത്ത് എത്ര പേർക്ക് എത്തിക്കാം അത്രയും പേർക്ക് എത്തിക്കാവുന്ന രീതിയിലൊരു പ്രോജക്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ 2 സോങ് ബുക്കുണ്ട്. ഒരെണ്ണം ഈ 2 സെറ്റിലുണ്ട്. കാരണം വെച്ചാൽ ഇംഗ്ലീഷ് മലയാളം പല ഭാഷകളിലുള്ള പാട്ടുകളുണ്ട്. ഒരെണ്ണം ഗ്ലോറി ടു ദ ലാം, മഹത്വം കുഞ്ഞാടൻ. അതിൽ കുറേ ചെറിയ സോങ് ബുക്കാണ്. അത് വലിയ സോങ് ബുക്കുണ്ട്. ഇത് ഇവിടെ ഹാൻഡ് ബാഗിൽ ഇട്ടുകൊണ്ട് നടക്കാം. ഇത് വീട്ടിൽ വയ്ക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് പ്രേയർ ഹാളിൽ വയ്ക്കാം. ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. ഇതൊരു സോങ് ബുക്കാണെങ്കിൽ ഇതുപോലൊരു സോങ് ബുക്കാണ് സാംസ്, സങ്കീർത്തനങ്ങൾ. 150 പാട്ടുകൾ. ചില പാട്ടുകളൊക്കെ നീണ്ട 119ാമത്തെ സങ്കീർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സോങ് ബുക്ക്, ഈ പാട്ടുകൾ എഴുതിയിട്ടുള്ളവരും
ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് പോയി പലതും എഴുതിയിട്ടുള്ളത്. അതുപോലെ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളവരും അനുഭവങ്ങളിലൂടെയാണ് പലതും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ ലിറിക്സോ അതിൻ്റെ മ്യൂസിക്കോ അതിൻ്റെ ഓർക്കസ്ട്രേഷനോ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്ത് അതിന് ജീവൻ നൽകുന്ന ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനങ്ങളൊക്കെ സ്പീക്കിംഗ് ടു വൺ അനദർ വിത്ത് സാംസ്. വിശ്വാസികൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒന്ന് രണ്ട് വരികളോ വചനം അതിൻ്റെ ഇടയിലൊക്കെ കൂടിയൊക്കെ ഫിറ്റ് ചെയ്ത് വേണം സംസാരിക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞത്, സ്പീക്കിംഗ് ടു വൺ അനദർ. വിശ്വാസികൾ വിത്ത് സാംസ്, ഹിംസ്, പ്രൈസ് സോങ്സ് ആൻഡ് സോങ്സ് ഫ്രം ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സോങ്സ്, ആത്മാവിൽ നിന്നുള്ള പാട്ടുകൾ, ആത്മീയ ഗീതങ്ങൾ. സിങ് ആൻഡ് മേക്ക് മ്യൂസിക് ഫ്രം യുവർ ഹാർട്ട്. അത് കൂടാതെ ഹൃദയത്തിൽ നിന്ന് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു വർഷിപ്പ് നടക്കുന്ന സമയത്ത് കണ്ടു കാണും, സജിത്ത് ബ്രദറോ അല്ലെങ്കിൽ അലൻ, നമ്മുടെ പല ബ്രദേഴ്സും കീബോർഡിൽ നിൽക്കുന്നു. സന്ദീപ് നമ്മുടെ ഡ്രംസിൽ, സന്ദീപിൻ്റെ ബ്രദർ സംഗീത് ബേസ് ഗിറ്റാറിൽ നിൽക്കുന്നു. കിരൺ ചിലപ്പോൾ അക്കോസ്റ്റിക്, ചിലപ്പോൾ ലീഡ് ഗിറ്റാർ വായിക്കും, ചിലപ്പോൾ റോളിന് സാക്സ് വായിക്കുന്നു, ചിലപ്പോൾ ഫ്ലൂട്ട് വായിക്കുന്നു. ഇങ്ങനെ പല പല സംഗീത ഉപകരണങ്ങളുണ്ട്. അതിൽ നിന്നാണ് മ്യൂസിക് വരുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞത് സിങ് ആൻഡ് മേക്ക് മ്യൂസിക് ഫ്രം യുവർ ഹാർട്ട്. ദാറ്റ് മീൻസ് യുവർ ഹാർട്ട് ക്യാൻ പ്രൊഡ്യൂസ് മ്യൂസിക്. ഹൃദയം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുകയാണ്. ഹൃദയത്തിൽ നിന്ന്, എൻ്റെ മലയാളം എന്താ? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ ഇതിനേക്കാൾ ലവ്ലി ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, മേക്കിംഗ് മെലഡീസ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിനകത്ത് മെലഡീസ് ഉണ്ടാക്കാൻ. കാരണം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ വ്യാകുലവും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടിയല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് പാതാളത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ബ്ലെസ്സിങ് ടുഡേ തുടക്കം മുതലേ സോങ് ബുക്സ് പ്രിൻ്റ് ചെയ്യുക, എല്ലാവർക്കും കൊടുക്കും. ഓർക്കുന്നുണ്ട്, നീളത്തിലൊരു സോങ് ബുക്ക്, ഇങ്ങനെയുള്ള സോങ് ബുക്ക്, പല ടൈപ്പ് സോങ് ബുക്ക്. അതിൽ പലതിലും മുഖപുരയായിട്ട് സ്വർഗം സംഗീത സാന്ദ്രമാണ്. ഇതിലൊക്കെ കാണാൻ മിക്കവാറും ഏറ്റവും തുടക്കത്തിൽ ഞാൻ സാധാരണ എഴുതുന്ന ഇതിലുണ്ട്, അവതാരികയിൽ ആദ്യം തന്നെ സ്വർഗം സംഗീത സാന്ദ്രമാണ്. സ്വർഗത്തിൽ മാലാഖമാർ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതി പാടുന്നു. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്വർഗീയ സാന്നിധ്യം നിറയുന്നു. ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ അധരങ്ങളിൽ ഒരു പാട്ടുണ്ടായിരിക്കും. സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും നവ്യഗീതം, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സങ്കീർത്തനം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവിനുള്ള കീർത്തനങ്ങളും ആത്മാവിൽ ഗാനവീചികളും മുഴങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയാം, ബ്ലെസ്സിങ് ടുഡേ ആരാധന ഗീതങ്ങൾ ആത്മനിറവിൻ്റെയും അഭിഷേകത്തിൻ്റെയും നറുമണമുള്ള ക്രിസ്തീയ ഗീതങ്ങളുടെ സമാഹാരമാണ്. ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന ഋതുഭേദങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടമായും കർത്താവിൽ പാടി സന്തോഷിക്കുവാൻ ഈ ആരാധന ഗീതങ്ങൾ ഉപകരിക്കട്ടെ. സന്ദർഭവശാൽ ഞാൻ എടുത്തു വായിച്ചെന്നേ ഉള്ളൂട്ടെ, ഒന്നും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ തന്നെ സന്തോഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നത്, മേക്ക് മെലഡീസ് ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്, always giving thanks to God the Father of everything. എല്ലാറ്റിനു വേണ്ടിയും കർത്താവിന് എല്ലായ്പ്പോഴും പിതാവിന് സ്തോത്രം. എന്നിട്ട് പറയാം, in the name of Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാ? യേശുവിന്റെ നാമത്തിൽ. രോഗികളെ സൗഖ്യമാക്കുന്നത് എങ്ങനെയാ? യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്ങനെയാ? ഡാമിന്റെ നാമത്തിൽ. ഇപ്പോ വിട്ടുവോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചിലപ്പോൾ കയറിയിരിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊക്കോളാമെന്ന് പറയും. അതാണ് യേശുവിന്റെ നാമത്തിന്റെ അധികാരം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് എ ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി, meekness and gentleness. It's also a life of authority. അധികാരം ഉപയോഗിക്കേണ്ട ഒരു ജീവിതം കൂടിയാണ് ക്രിസ്ത്യ ജീവിതം. എപ്പോഴും ഇങ്ങനെ ശാന്തമായി സൗമ്യനായ ഞാൻ പാവമാണേ, പാലക്കാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അധികാരം ഉപയോഗിക്കേണ്ടിടത്ത് യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ
ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, വി ഷുഡ് ഗിവ് താങ്ക്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ നന്ദി കരയറ്റണം. നന്ദി കരയറ്റണം. യേശുവിൻ്റെ നാമത്തിൽ നന്ദി കരയറ്റണം. മഴ പെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നമ്മളിപ്പം മൺസൂണൊക്കെ തുടങ്ങിയിരിക്കുന്ന കാലമാണെന്ന്. മൺസൂൺ ശരിക്കും സ്റ്റാർട്ടായോന്ന് എനിക്കറിയില്ല, ഈ ദിവസങ്ങളിൽ സ്റ്റാർട്ടായി കാണും. മൺസൂണിൽ ഭയങ്കരമായ എത്ര ലിറ്റർ വെള്ളം താഴേക്ക് വീഴുന്നുണ്ടായിരിക്കും? ഏകദേശം 10 ലിറ്റർ. ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്ര മില്ലിമീറ്റർ ഉള്ളോ? അങ്ങനെയൊന്നുമല്ല എൻ്റെ കണക്ക്. എത്രയോ കിലോ ലിറ്റർ വെള്ളമാണ് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നത്. എന്നിട്ട് അത് ഭൂമിയിൽ തന്നെ കിടക്കുവാണെങ്കിൽ പിന്നെ റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളം പിന്നെയും തിരിച്ച് റിട്ടേൺ പോകണം, എങ്കിൽ മാത്രമേ വീണ്ടും പെയ്യൂ. ബാഷ്പീകരണത്തിലൂടെ എങ്കിൽ മാത്രമേ വീണ്ടും പെയ്യൂന്ന്. ഇതുപോലെ ദൈവം ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഓരോ നിമിഷവും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. കുറേയൊന്നും നമ്മൾ തിരിച്ചറിയാറുമില്ല, നമ്മൾ നന്ദി പറയാറുമില്ല. നമ്മൾ സാധാരണ 2 കാലിൽ നടക്കുന്ന പെട്ടികളാണ് നമ്മൾ, കംപ്ലൈൻറ്റ് ബോക്സുകൾ, പരാതി പെട്ടികളാണ്. എന്നും പരാതി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, കംപ്ലൈൻറ്റ് ബോക്സുകളൊക്കെ പ്രൈസ് ബോക്സുകളായി മാറണം. പരാതിപ്പെട്ടികൾ സ്തോത്രപ്പെട്ടികളായി, സ്തുതിപ്പെട്ടികളായി മാറണം. 2 കാലിൽ നടന്നുകൊണ്ട് ഇവിടെ in the name of our Lord Jesus Christ, we should always give thanks to God, the Father of everything. സകലത്തിൻ്റെയും പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നന്ദി കരേറ്റുന്നവരായി നമ്മൾ മാറണം. ഇവിടെ നിന്നൊരു സ്തോത്രം പറഞ്ഞു. ക്ഷമാ സിസ്റ്റർ ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പുറത്തിട്ട് വന്നു. ഈ സ്തോത്രം അല്ലെങ്കിൽ നന്ദി മുകളിലോട്ട് പോകണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ അവിടെ എടുക്കുള്ളൂ. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ അവിടെ എടുക്കുള്ളൂ. ആരാധന യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ എന്തെങ്കിലും ഇങ്ങോട്ട് വരുള്ളൂ. അനുഗ്രഹങ്ങൾ വേണോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് ലഭിക്കേണ്ടത് അങ്ങനെ വരുള്ളൂ. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിലേ വരൂ. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും യേശുവിൻ്റെ നാമത്തിലാണ് ക്രയവിക്രയം നടക്കുന്നത്. എല്ലാവരും പറഞ്ഞ്, ഭൂമിയും സ്വർഗവുമായുള്ള ക്രയവിക്രയം നടക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ഭൂമിയും സ്വർഗവുമായിട്ടുള്ള ക്രയവിക്രയം നടക്കുന്നത്, ബിസിനസ് നടക്കുന്നത്, ട്രാൻസാക്ഷൻ നടക്കുന്നത് നാമത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികൾ മുഴുവൻ നടക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിലല്ലാത്ത, ആ റെഫറൻസിലല്ലാത്ത ഒന്നും അവിടെ ആക്സെപ്റ്റബിൾ അല്ല, ഒന്നും ഇങ്ങോട്ട് ഗ്രാൻറ്റഡ് ആകുകയുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന ഡയറി ഇറങ്ങിയത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്, കുറച്ച് വർഷങ്ങളായി. പ്രാർത്ഥന ഡയറി ഇറങ്ങിയ ശേഷം ഒത്തിരി പേരുടെ കയ്യിലേക്ക് ഇത് കയ്യിലോട്ട് കിട്ടിയപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നും ഒത്തിരി പേര് ഇന്നാണോ ഇന്നലെയാണോന്ന് അറിഞ്ഞില്ല, ഒരാൾ എന്നെ വിളിച്ചിട്ട്, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ LP സ്കൂളിൽ അല്ലെങ്കിൽ UP സ്കൂളിലൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥന അതെന്നും എൻ്റെ കയ്യിലുണ്ട്, എന്നും കയ്യിലുണ്ട്, അത് വെച്ചാണ് പ്രാർത്ഥന. പക്ഷെ ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത പലതിൻ്റെയും മറുപടി പ്രേയർ ഡയറി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടി. അപ്പോൾ ചിലർക്ക് ഇതൊരു അത്ഭുത പുസ്തകം. ആ പുസ്തകത്തിലല്ല അത്ഭുതം ഇരിക്കുന്നത്. പുസ്തകം മാജിക് ബുക്കായിട്ടോ മിറക്കിൾ ബുക്കായിട്ടോ അല്ല. സംഭവിച്ചത് പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാൻ ജനം പഠിച്ചു. വചനം കോർത്തിണക്കി പ്രാർത്ഥിക്കാനും യേശുവിൻ്റെ നാമത്തിൽ അറിഞ്ഞു പ്രാർത്ഥിക്കാനും ജനം പഠിച്ചു. അപ്പോൾ വേഗത്തിൽ മറുപടി വിടാൻ കർത്താവ് അല്ലേ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ചോദിച്ചു തരാമെന്ന്. ഇത്രയേ ഉള്ളൂ എൻ്റെ സൂത്രം. Hebrews 13:15 വായിച്ചു നോക്കാം. എബ്രായ ലേഖനം 13:15. Through Jesus, therefore, let's continually offer to God a sacrifice of praise, the fruit of lips that confess His name.
അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഈ പുതിയ നിയമത്തിൽ യാഗങ്ങളുണ്ടോ? ചിലരുടെ സംശയം. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു ഭാവിയാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വോത്രക്കാഴ്ചയും എല്ലാം കൂടി ഒരു ബൈബിളൊക്കെ കഷത്തിൽ വെച്ച് അങ്ങ് പോയാൽ മതി. പക്ഷെ അന്നാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. മഹാഭാവം ചെയ്തിട്ട് ഒരു ആടിനെ കൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ, അതിനെ അറക്കണം അവിടെ. അപ്പോൾ ഒരു ആടിനെ കൊണ്ട് പോകുന്ന കണ്ടോ, പാപം ചെയ്തിട്ട് പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു പാപി പരിഹാരത്തിന് വേണ്ടി പോവാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ആട് ഭയങ്കര കരച്ചിലും ബ്ലീച്ചിങ് ഒക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ആട് പറയുക എൻ്റെ ഇമാജിനേഷനാണ്, ഇയാൾ പാപം ചെയ്തിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോകും അറുക്കാൻ. പക്ഷെ പുതിയ നിയമത്തിൽ ഇതൊന്നും വേണ്ട, മറ്റൊരു യാഗമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? അവിടെ പറയുന്നത് ലെറ്റ്സ് കണ്ടിന്യൂലി ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. സ്തോത്രയാഗം, സ്തോത്രങ്ങൾ കൊണ്ടൊരു യാഗം. കാള വേണ്ട, ആട് വേണ്ട, കുറുപ്രാക്കൾ വേണ്ട, വേറൊന്നിനെ യാഗമാക്കണ്ട. എന്ത് ചെയ്താൽ മതി? സ്തോത്രം യാഗമായി അർപ്പിക്കുക. സ്തോത്രയാഗം. എല്ലാവരും പറഞ്ഞേ, സ്തോത്രയാഗം. എന്നിട്ടൊരു ഹൈഫൻ ഇട്ട് അവിടെ എഴുതിയ ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ് ദാറ്റ് കൺഫസ് ഹിസ് നെയിം. ഫ്രൂട്ട് ഓഫ് ലിപ്സ് മലയാളം എന്താ? അധരഫലം എന്ന സ്തോത്രം. അധരത്തിന്റെ ഫലം, അധരങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്, അധരങ്ങളിൽ കായ്ക്കുന്നൊരു പഴം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണത്? ആ ഫ്രൂട്ട് ഓഫ് ലിപ്സ് ദാറ്റ് കൺഫസ് ഹിസ് നെയിം. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം. അപ്പൊ അവിടെ കണ്ടോ നാമം വന്നത് കണ്ടോ? അവന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന. ബ്ലെസ്സിംഗ് ടുഡേയിൽ ഒരു ദിവസം ഒരു ഞായറാഴ്ച ആരാധന നടക്കും. എത്ര പ്രാവശ്യം യേശു എന്നുള്ള പേര് പറയുന്നുണ്ടാവും? നാമം. രാവിലെ ഇപ്പോൾ 10 മണിക്കത്തെ ബയലിംഗൽ സർവീസ്, ചിലപ്പോൾ അത് 1 മണി, 1:15, ചിലപ്പോൾ 1:30 തീരുന്നേ. 3 മണിക്കൂർ ആവറേജ് എടുക്കുക. ഈ 3 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് യേശു എന്ന നാമം പറയുന്നുണ്ടായിരിക്കും? ഏകദേശ കണക്ക് പറ, അല്ലെ നിങ്ങൾ പറ. ഒരു 100 പ്രാവശ്യത്തിന് മുകളിൽ പറയുന്നുണ്ടാവും ഒരാള്. ഇത് കേൾക്കുന്നവരും വാക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഈ ഇത്ര ആയിരങ്ങൾ ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് പറയുമ്പോൾ അവരും യേശുവേ എന്ന് വിളിക്കുന്നു. അപ്പം എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രാവശ്യം, എത്ര പ്രാവശ്യം യേശു എന്ന നാമം പറയുന്നുണ്ടായിരിക്കും? ഒരു മിനിമം 100 വെച്ചാൽ 1000 പേര്, 2000 പേര്, 3000 പേര്, 4000 പേര്, 5000 പേര്, ആയിരങ്ങൾ ഇത്രയും പ്രാവശ്യം പറയുമ്പോൾ ആ നാമം എത്ര പ്രാവശ്യം നമ്മൾ അധരഫലമായി പുറപ്പെടുവിക്കുന്നുണ്ട്? അതാണ് യാഗം, സ്തോത്രയാഗം. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വേണം സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കാൻ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു സാക്ഷ്യം ഒന്ന് കേട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ? ഓക്കെ. ഈ സാക്ഷ്യം കിട്ടിയിട്ടുള്ളത് സജ്ന അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാലുവേദനയും വിശപ്പില്ലായ്മയും ആയിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിൽ ESR ഹൈ ആയതുകൊണ്ട് അബ്ഡമൻ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വേറെ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടെ പറഞ്ഞു. May 5 സ്കാനിങ് ചെയ്തു. അത് നോർമൽ ആയിരുന്നു. ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആയിരുന്നില്ല. അതുകൊണ്ട് ഓൺകോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. May 9 മുതലാണ് ബ്ലെസ്സിംഗ് ടുഡേ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ഡോക്ടറെ കൂടി കാണിച്ചു. ആ ഡോക്ടർ കുറേ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബോണിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. TB, റുമാറ്റിസം, മൈലോമ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം TB, വാതം ഇവയുടെ റിപ്പോർട്ട് കിട്ടി. അത് നോർമൽ ആയിരുന്നു. മൈലോമ റിപ്പോർട്ട് കിട്ടാൻ 7 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്തൊക്കെ ഞങ്ങൾ ബ്രദറിന് പ്രാർത്ഥിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചിരുന്നു. ബ്രദർ പ്രാർത്ഥിക്കാമെന്ന് മറുപടി തന്നിരുന്നു. പിന്നെ ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ അമ്മയും ബ്ലെസ്സിംഗ് ടുഡേ രാവിലെയും വൈകിട്ടും കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. May 17 വൈകിട്ട് 7 മണിക്ക് നടന്ന പ്രെയർ
വീണ്ടും രാത്രി എൻ്റെ സിസ്റ്റർ കണ്ടപ്പോൾ അവൾക്ക് നല്ല ഹീലിംഗ് കിട്ടി. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു എല്ലാം നോർമൽ ആകുമെന്ന്. മെയ് 23 റിപ്പോർട്ട് കിട്ടി. മൈലോമ റിസൾട്ട് നോർമൽ ആയിരുന്നു. വീണ്ടും ഒരു ടെസ്റ്റ് പറഞ്ഞു, PET സ്കാനിങ്, ഫുൾ ബോഡി സ്കാനിങ്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ടെസ്റ്റും നോർമലായി. അമ്മയ്ക്ക് ഒരു ടാബ്ലറ്റ് പോലും കഴിക്കേണ്ട ആവശ്യം വന്നില്ല. കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ബ്രദറിനും ദിസ് ഈസ് വണ്ടർഫുൾ. കർത്താവ് ഇത്രയും ടെസ്റ്റുകൾ കഴിച്ച അവസാനം ഒരു കുഴപ്പമില്ല. അതിനിടയിൽ മെയ് മുതൽ അവർ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ മെയ്യിലാണ് ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. കൊള്ള ലാഭമല്ലേ? നിങ്ങളെയും കർത്താവ് തൊടുകയാണ്. കൈനീട്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത് കാണുന്ന ഓരോരുത്തരെയും ഈ സാക്ഷ്യം കേട്ടതുപോലെ വിശ്വസിച്ച് കർത്താവിൽ നിന്ന് സ്വീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. ഞങ്ങൾ അങ്ങോട്ട് നീട്ടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് എല്ലാവർക്കും കൊടുക്കുന്നതിനായി നന്ദി. നിങ്ങളുടെ രോഗം എന്താണോ, പ്രയാസം എന്താണോ, യേശുവിലേക്ക് അത് കൊടുക്കുക. കർത്താവെ, അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, മദ്യപാനം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ക്യാൻസറോ മൾട്ടിപ്പിൾ മൈലോമയോ തുടങ്ങിയുള്ള സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വൈകിട്ട് നമുക്ക് സ്പെഷ്യൽ ഹീലിംഗ് ക്രൂസൈഡ് നടക്കുകയാണ്. അത് മിസ്സാകരുത്. രോഗികളായിട്ടുള്ളവർ, മറ്റ് പ്രയാസങ്ങളിരിക്കുന്നവരെ കൂടെ അത് അറ്റൻഡ് ചെയ്യാൻ പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. This is a breaking news. This is a good news. ഇത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്. In this pandemic season, Blessing Today is planning something, a huge project to help you grow in the Lord. കർത്താവിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ വലുതായിട്ടുള്ള ഒരു പദ്ധതി ബ്ലെസ്സിംഗ് ടുഡേ പ്ലാൻ ചെയ്യുകയാണ്. This is about the bunch of books that we are going to distribute everywhere. എല്ലായിടത്തേക്കും ഒരു കൂട്ടം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത്. This is almost free of cost. ഇത് ഏതാണ്ട് ഇത് ഫ്രീ ആണ്. But you need to pay only the postage and the handling charges. നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ടത് പോസ്റ്റേജും അത് കൈകാര്യം ചെയ്യുവാനുള്ള പണവും മാത്രമാണ്. The list of the set of books that we are going to give you is worth maybe around 1,000 rupees. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന പുസ്തകക്കൂട്ടത്തിന് നൽകേണ്ടുന്ന വില യഥാർത്ഥത്തിൽ ഏതാണ്ട് 1000 രൂപയാണ്. But you need to pay just 200 rupees as postage and handling charges. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ട തുക എന്നുള്ളത് വെറും 200 രൂപ മാത്രമാണ്. അത് പോസ്റ്റേജ് ഇനത്തിലും മറ്റ് അതിന്റെ പാക്കിങ്ങിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. Maybe some of these Blessing Today titles you already have. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില ടൈറ്റിലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. But get different sets of these books so that you can give to others as gifts. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പുസ്തകക്കൂട്ടം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാൻ സാധിക്കും. Maybe you have all the books, but what you can do is give us your friends' address. We will send the sets of book directly to them. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്രസ് ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഈ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കാം. And this is very, very, very easy. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. Just Google Pay 200 rupees to Blessing Today Resources WhatsApp number. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ദയവായി 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. Or you can send money order. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ഓർഡർ അയക്കാൻ സാധിക്കും. Or you can do a bank transfer. അല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. All the details are shown on the screen. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But remember to send the image, the photo of the transaction details to the Blessing Today Resources WhatsApp number. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പണം അയച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങൾ, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണുന്ന ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ദയവായി അയയ്ക്കുക. Don't send it to any other WhatsApp number. മറ്റ് ബ്ലെസ്സിംഗ് ടുഡേയുടെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകളിൽ ഈ കാര്യം അയക്കരുത് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Also do remember to send in your clear full address and phone number. അപ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ അയക്കേണ്ടത് അത് നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ, മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ
മേൽവിലാസം വളരെ വ്യക്തതയോടെ തന്നെ എഴുതി അറിയിക്കുക. From Blessing Today office, we will be sending it as registered parcel. ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസിൽ നിന്ന് അത് രജിസ്റ്റേർഡ് പാർസലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. And you will be provided with the tracking number so that you can track the parcel. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ കൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാർസൽ ട്രാക്കിംഗ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But remember, this offer remains only till there is stock of the books. ഈ പുസ്തകത്തിന്റെ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And in case as it progresses, if any one of the titles are we are running short, we will be sending the remaining books. ഇനി ഏതെങ്കിലും ഇതിലെ ടൈറ്റിലുകൾ ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതിനകത്ത് കുറവ് വന്നു പോയാൽ ബാക്കിയുള്ളവയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. And remember, we cannot send this outside India. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് ഞങ്ങൾക്ക് ഇത് അയക്കുവാൻ സാധ്യമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. You need to send only 200 rupees. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അയക്കേണ്ട വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ 200 രൂപ മാത്രമാണ്. But if God is prompting you to send more money, no problem, it will be used for sending to others. ഇനിയിപ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ പണം അയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. കാരണം മറ്റുള്ള അനേകർക്ക് നമുക്ക് ഈ പുസ്തകങ്ങൾ അയക്കുവാൻ സാധിക്കും. Or you can sponsor the whole set for some people. You can send 500 rupees or 1,000 rupees or 5,000 rupees or 50,000 rupees, no problem. That more and more people will be blessed. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയോ 5,000 രൂപയോ 50,000 രൂപയോ ഏതാണോ ദൈവം നിങ്ങളോട് പറയുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. And I have also a desire in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. We want to gift at least one Tamil prayer diary to every Tamil family residing in the state of Kerala. കേരളത്തിൽ താമസിക്കുന്ന ഓരോ തമിഴ് കുടുംബത്തിനും ഒരു തമിഴ് പ്രയർ ഡയറി എങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. And we can work together. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. And also to print these Tamil prayer diaries, you can send your financial gifts. അത് മാത്രമല്ല ഈ ഒരു തമിഴ് പ്രയർ ഡയറി പ്രിന്റ് ചെയ്യുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയാണ്. So that we can bless all the Tamil people in the state of Kerala free of cost. അത് അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള എല്ലാ തമിഴ് തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നൽകുവാൻ സാധിക്കും. Take your mobile phones right away, Google Pay that amount, and these books will be yours, or you can send it to other people. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉടനടി സ്വന്തമാകാൻ പോവുകയാണ്.